മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളുടെ ദുർഗയും ഉണ്ണിയും എല്ലാവരും ഈ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് വാമദേവനും പ്രതാപനും ചേർന്നെന്നുള്ള സത്യങ്ങൾ അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഈ പ്രതാപൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുന്ന സമയത്ത് കരുണയും പ്രതാപൻ്റെ അമ്മയും പ്രതാപനും ആദ്യം വിചാരിക്കുന്നത് ഈ മഹാലക്ഷ്മിയെ ഉന്തിയിട്ട കേസിന് കരുണയെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ്. ആ സമയം പ്രതാപനാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് മോള് റൂമിലേക്ക് പോയിക്കോന്ന്. അങ്ങനെ കരുണ പേടിച്ച് റൂമിലോട്ട് ഓടുന്നുണ്ട്. അതേസമയം SIയും ടീമും പ്രതാപൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ തന്നെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് പറഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഈ കരുണയെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, സാറേ മോൾക്കൊരു അബദ്ധം പറ്റിയതാ, മോള് ഒന്നും വിചാരിച്ചിട്ടൊന്നും അല്ല എന്ന് പറയുമ്പോൾ മോൾക്ക് അബദ്ധം പറ്റിയെന്നോ, അതിന് ഞങ്ങൾ മോളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്, ഞങ്ങൾ വന്നത് ഇവനെ കൊണ്ടുപോകാനാണ്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അത് ഇവനെ കൊണ്ടുപോകണേ എന്തിനാ സാറേ എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് സാറേ, എന്തിനാ എന്നെ കൊണ്ടുപോകണേന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രതാപനോടും പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാടാ, എന്തായാലും നീ ഇപ്പോൾ വണ്ടിയിലോട്ട് കയറ്, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ചു കയറ്റേണ്ട വരുമെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ പ്രതാപ നീ വേഗം തന്നെ ചെന്ന് ജീപ്പിലോട്ട് കയറിക്കോ, അല്ലെങ്കിൽ പിന്നെ നിന്നെ അവർ തല്ലൂന്ന്. ആ സമയത്ത് ഈ SI ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞല്ലോ മോൾക്ക് കയ്യബദ്ധം പറ്റിയതാന്ന്, മോളെന്തെങ്കിലും കുറ്റം ഇതുപോലത്തെ ചെയ്തോ? ഇല്ല സാറേ അവളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ല ഇയാളുടെ മോളല്ലേ, അതുകൊണ്ട് നല്ല സ്വഭാവമായിരിക്കും, ഇയാളല്ലേ വളർത്തിയതും വലുതാക്കിയതും, അതുകൊണ്ട് സ്വഭാവം ദോഷാവാനൊന്നും വഴിയില്ല എന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മേനെ പരിഹസിച്ചുകൊണ്ട് ഈ SIയും കൂട്ടരും പ്രതാപനെയും വിളിച്ചുകൊണ്ട് പോകുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, സാർ എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പം തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം, എന്തായാലും നീ ഇപ്പോൾ ജീപ്പിലോട്ട് കയറുന്നു പറഞ്ഞ് പ്രതാപനെ ജീപ്പിലോട്ട് വലിച്ചേറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് കരുണ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ടോ ഭാഗ്യം എന്നെ കൊണ്ടുപോകാൻ വന്നതല്ല എന്ന് പറയുമ്പം മോൾക്കിപ്പോൾ മനസ്സിലായില്ലേ പ്രതാപനെതിരെ അവൻ കേസ് കൊടുത്തിട്ടുണ്ടാവും, എന്തായാലും ഇനി അവൻ നമ്മളെ വെറുതെ വിടൂല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനി അയാളെങ്ങാനും എനിക്കെതിരെ കേസ് കൊടുത്തു വേണം മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം അതും പറയാൻ പറ്റില്ല മോളെ, നീ എന്തായാലും ഇന്ന് അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, നിൻ്റെ എടുത്തുചാട്ടമായി പോയി, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും പ്രതാപനും നിന്നോട് കുറച്ച് ദിവസത്തേക്ക് അവർ പറയണതെല്ലാം അനുസരിച്ച് നിൽക്കാൻ പറഞ്ഞ, അപ്പോൾ നീ അതുപോലെ നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു, ഇനിയിപ്പോൾ പ്രതാപനെ എങ്ങനെ നമ്മൾ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന്. ആ സമയം കരുണ പറയുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല മുത്തശ്ശി, അതിന് എന്നെ പ്രതിയാക്കാൻ അവൾക്കും അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പം ഇനിയിപ്പോൾ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും നമ്മളുടെ ജീവിതം നശിച്ചു മോളെ, പ്രതാപനില്ലാത്ത വീട് ഉറങ്ങിയ വീട് പോലെ. ആ സമയത്ത് കരുണ ചെയ്തതെല്ലാം മണ്ടത്തരാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണേന്ന് ചോദിക്കുമ്പം നീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം, എന്തായാലും നീ ഇപ്പോൾ അകത്തേക്ക് ചെല്ലുമെന്ന് പറയുമ്പം അത് സാറേ 20 കൊല്ലം മുമ്പ് നടന്ന കാര്യം, അതിൻ്റെ പേരിലാണോ സാറിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തേക്കണമെന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം, എന്തായാലും നിൻ്റെ കൂട്ടുപ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഇവിടെ ലോക്കപ്പിലാക്കിയിട്ടുണ്ടെന്ന്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്, സാർ എന്താ പറഞ്ഞത്, എൻ്റെ കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നാ? അതേടോ നിൻ്റെ കൂട്ടുപ്രതികളൊക്കെ ഇപ്പോൾ അകത്തുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നേന്ന്. അങ്ങനെ പ്രതാപനെയാണെങ്കിൽ വലിച്ചുകൊണ്ട് പോലീസ് അകത്തേക്ക് വന്നിട്ട് ലോക്കപ്പ് തുറന്ന് ലോക്കപ്പിലേക്ക് ആക്കാൻ പോണ നേരത്താണ് ഈ വാമദേവനെ പ്രതാപൻ കാണുന്നത്. ആ സമയത്ത് വാമദേവനെ കണ്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഈ വാമദേവനോ എന്ന് ചോദിക്കുമ്പം അതെ തൻ്റെ കൂട്ടുപ്രതിയല്ലേ ഇവനല്ലേ തനിക്ക് കൊട്ടേഷൻ തന്നേന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇല്ല സാറേ ഞാൻ അവനക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടൊന്നുമില്ല, അതൊക്കെ അവൻ നുണ പറയണേന്ന് പറയുമ്പം ഈ പ്രതാപൻ പറയുന്നുണ്ട്, നേരാ സാറേ ഇയാളാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്, കണ്ണൻ്റെ അച്ഛനെ കൊല്ലാൻ പറഞ്ഞ് പൈസ തന്ന് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് ഇയാളാണ്. ആ സമയത്ത് വാമദേവനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സീമന്തിനി ആണെങ്കിൽ ഈ വാമദേവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതു ആരെ വിളിച്ച് കാര്യങ്ങൾ പറയുമെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുമ്പോൾ സ്വാതി വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും അമ്മ ഉണ്ണിയേട്ടനെയും അപ്പച്ചിനെയും വിളിച്ച് കാര്യം പറയാമെന്ന്. അങ്ങനെ ഈ സീമന്തിനി ഉണ്ണീനെ വിളിക്കുന്നുണ്ട്. ഉണ്ണി ഫോൺ എടുത്തതും എന്താ മൈന്ന് ചോദിക്കുമ്പോൾ അതേ അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ ചെന്ന് അമ്മാവനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കുന്ന. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, ഒരു കാര്യമില്ലാതെ അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്യണേ എന്തിനാ അമ്മായി, അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സംശയം ഇനി ആ കണ്ണനെങ്ങാനും കേസ് കൊടുത്ത് അറസ്റ്റ് ചെയ്യിപ്പിച്ചതാണോ എന്ന് പറയുമ്പോൾ അതെന്തിനാ കണ്ണേട്ടനെ അമ്മാവനെതിരെ കേസ് കൊടുക്കണേ, അതിന് അമ്മാവൻ കണ്ണേട്ടനെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ സീമന്തിനിക്കാണെങ്കിൽ ഈ ഉണ്ണിയുടെ അച്ഛനെ കൊന്നത് വാമദേവനാന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും എനിക്കറിയില്ല, നീ എന്തായാലും അമ്മാവനെ ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാട് ചെയ്യുമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും ലോക്കപ്പിലേക്ക് ആക്കി കഴിഞ്ഞിട്ട് ആ SI ആണെങ്കിൽ ലോക്കപ്പിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. ലോക്കപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നിങ്ങളൊക്കെ അയാളെ കൊന്നേന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇവൻ വെറുതെ നുണ പറയണേന്ന് പറയുമ്പം ഈ SI ആണെങ്കിൽ വാമദേവനെ
കുനിച്ച് നിർത്തിയിട്ട് നല്ല ഇടി ഇടിക്കുന്നുണ്ട്. അന്നേരം വാമദേവൻ തല്ലല്ല സാറേ എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, അവൻ തന്നെയാണ് സാറേ എനിക്ക് കൊട്ടേഷൻ തന്നേന്ന്. ആ സമയത്ത് പ്രതാപനെയും SI കുനിച്ച് നിർത്തി നല്ല ഇടി കൊടുക്കുന്നുണ്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്തിനാ സാറേ എന്നെ തല്ലണേ? ഞാൻ സത്യമൊക്കെ പറഞ്ഞില്ലേ, ഏത് സ്ഥലത്തും സത്യം പറയാൻ ഞാൻ തയ്യാറാ. ഇനി എന്നെ ഉപദ്രവിക്കല്ലേ സാറേ, ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ ചത്തുപോകുമെന്ന് പറയണു. ആ സമയത്താണ് നമ്മുടെ കണ്ണനും അനന്തും അങ്ങോട്ട് വരുന്നത്. കണ്ണനെയും അനന്തുവിനെയും കണ്ടതും SI ആണെങ്കിൽ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് എന്തായി സാറേ, ഒരു കുറ്റം സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം പിന്നെ സമ്മതിക്കാതെ ആദ്യം വാമദേവൻ സമ്മതിക്കാൻ മടി കാണിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടിക്കഴിഞ്ഞപ്പം എല്ലാ കുറ്റവും അവനെ ഏറ്റിട്ടുണ്ട്. ഇനി ഇവരെന്ത് ചെയ്യണം സാറേ എന്ന് ചോദിക്കുമ്പം സാറ് വേറെ ഒന്നും ചെയ്യണ്ട, ഇവരെ കോടതിയിൽ ഹാജരാക്കണം, പിന്നെ നേരെ ഇവരെ ജയിലിലേക്ക് വിടണം, പിന്നെ ഇവർ ജീവനോടുകൂടി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരരുതെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, കണ്ണമ്മോനെ ഞാൻ അന്ന് നിന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, എന്നെ വെറുതെ വിടണമെന്ന് പറയുമ്പം തന്നെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. അന്ന് ഞാൻ തന്നെ വെറുതെ വിടാമെന്ന് വിചാരിച്ചതാ. അപ്പോഴാണ് തൻ്റെ ദുഷ്ടയായ മോള് എൻ്റെ മഹീനെയും കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി തനിക്ക് മാത്രമല്ല അവൾക്കും പണി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കണം. ആ സമയം പ്രതാപൻ പറയുന്നുണ്ട്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എൻ്റെ കരുണമോളെ നീ സങ്കടപ്പെടുത്തരുതെന്ന് പറയുമ്പോൾ അവളുടെ കണ്ണീര് കാണാനാണ് ഇനി ഇയാൾക്ക് നേരം ഉണ്ടാവുള്ളൂ. ഇനി അവൾ കരഞ്ഞേ ജീവിക്കുള്ളൂ, സന്തോഷത്തോടു കൂടി അവൾ ഒരു നിമിഷം പോലും ഇനി ജീവിക്കൂലെന്ന്. പിന്നീട് കണ്ണൻ വാമദേവൻ്റെ അടുത്തേക്ക് എന്നതും വാമദേവനാണെങ്കിൽ കണ്ണനോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തന്നെ ഞാൻ എൻ്റെ സ്വന്തം അമ്മാവനായിട്ടാണ് കണ്ടത്. അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ സ്ഥാനവും തന്നു, എന്നിട്ടും താൻ ഈ ചതി എന്നോട് ചെയ്തല്ലോ. എന്തായാലും തൻ്റെ പെങ്ങളുടെ താലി ഇറക്കാൻ തനിക്ക് ഒരു മടി ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, കണ്ണ അന്നത്തെ ഒരു സാഹചര്യത്തിൽ പറ്റിപ്പോയതാന്ന് പറയുമ്പം എന്നിട്ടും താൻ വീണ്ടും എന്നെയും മഹീനെയും കൊല്ലാൻ വേണ്ടിയിട്ട് തൻ്റെ പെങ്ങളുടെയും മോൻ്റെയും കൂട്ടുപിടിച്ച് നടക്കുമല്ലായിരുന്നോ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ തൻ്റെ പുന്നാര സഹോദരിയും മകനൊക്കെ അറിയും അവരുടെ താലി അറുത്തതും സ്വന്തം അച്ഛനെ കൊന്നതും താനാണ്. അത് കേട്ടതും വാമദേവനാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും കരുണയുടെ മുത്തശ്ശീനെയാണ്. കരുണ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഇനി നമ്മൾ എന്ത് ചെയ്യും, അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേന്ന് ചോദിക്കുമ്പം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയിപ്പോൾ ഉണ്ണീനോട് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ അതും പ്രശ്നമാവില്ല മോളെ എന്ന് ചോദിക്കുമ്പം അത് ശരിയാ, ഉണ്ണിയേട്ടനോട് ഇതൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും ഞാൻ അമ്മാവനെ വിളിച്ച് വിവരങ്ങൾ പറയാം. അയാളല്ലേ അച്ഛനെയും കൊണ്ട് ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിച്ചത്, അയാൾ തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം. സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, അവനാ ഇതിനെല്ലാം കാരണക്കാരൻ, അപ്പോൾ അവനെയും കൊണ്ട് തന്നെ പ്രതാപനെ ജാമ്യത്തിൽ ഇറക്കിക്കണമെന്ന്. അങ്ങനെ കരുണയാണെങ്കിൽ ഫോൺ എടുത്ത് വാമദേവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് സീമന്തിനെ ആണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇനി ആരോട് പറഞ്ഞ് വാമേട്ടനെ രക്ഷിക്കൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ വാമദേവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും കരുണയാന്ന് കണ്ടിട്ട്, ഓ ഈ പിശാശാണ് വിളിക്കണേ, ഇനി ഇവൾക്ക് എന്തായിരിക്കുമോ പ്രശ്നം, കാശ് ചോദിച്ച് വിളിക്കണേയായിരിക്കും എന്നൊക്കെ ഓർത്ത് ഈ സീമന്തിന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചതും കരുണ പറയുന്നുണ്ട്, അമ്മാവൻ എന്ത് അമ്മായി എന്ന് ചോദിക്കുമ്പം അത് നീ അറിഞ്ഞില്ലേ, അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയണു. അത് കേട്ടതും കരുണ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് അമ്മായി കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം കുറച്ച് സമയമായി. എന്തിനാ കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇവിടെ വന്ന് അച്ഛനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അന്നേരം സീമന്തിന് പറയുന്നുണ്ട്, എന്നാൽ സംശയിക്കേണ്ട, കണ്ണൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വാമേട്ടനെ ഈ പ്രതാപനെയും കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല അമ്മായി, ഞങ്ങളായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനായിരിക്കുമോ വാമേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും അറിയില്ല അമ്മായി. പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനെയും ദുർഗേനെയാണ്. ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്നാലും വാമേട്ടനെ എന്തിനായിരിക്കുമോടാ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അമ്മയെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മഹാലക്ഷ്മിനെ ഉന്തി വിട്ടത് കരുണയല്ലേ, അതിനെന്തിനാ വാമേട്ടനെയും പ്രതാപനെയും പോലീസ് അറസ്റ്റ് ചെയ്യണേ, അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല അമ്മേ. എനിക്കൊരു കാര്യം അറിയാം, എന്തൊക്കെയോ രഹസ്യങ്ങൾ നമ്മളറിയാത്തത് ഇവിടെ നടക്കുന്നുണ്ട്. കരുണയുടെ അച്ഛൻ്റെ സമനില തെറ്റിയത് മുതലാണ് കരുണയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ഇനിയിപ്പോൾ അയാൾ വിളിച്ചു പറയണത് പോലെ തന്നെ എൻ്റെ അച്ഛനെ കൊന്നത് അയാളെങ്ങാനും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അയാൾ അച്ഛനെ കൊന്നെങ്കിൽ വാമേട്ടനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യണേന്ന് ചോദിക്കുമ്പം അത് എനിക്ക് മനസ്സിലാവാത്ത. ഇനിയിപ്പോൾ അമ്മാവനും കരുണയുടെ അച്ഛനും ചേർന്ന് പല പ്രാവശ്യം ആ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനൊക്കെ നോക്കിയില്ലേ, ആ കേസെല്ലാം കൂടി ചേർത്ത് കണ്ണൻ കേസ് കൊടുത്തിട്ടായിരിക്കും ഇതുപോലെ അറസ്റ്റ് ഉണ്ടായേക്കണേന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യൂടാ, കാരണം മോളുടെ അച്ഛനെ ജാമ്യത്തിൽ ഇറക്കണ്ടേന്ന് ചോദിക്കുമ്പം എനിക്ക് അയാളെ ജാമ്യത്തിൽ ഇറക്കലൊന്നും അല്ല പണി, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് പിരി പോയി നടക്കാം. ഇനി എനിക്ക് അയാളുടെ കാര്യം അന്വേഷിച്ച് അയാൾക്ക് വേണ്ടി പൈസ ചിലവാക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ തന്നെ കരുണയുടെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ശമ്പളം കണ്ണേട്ടൻ കട്ട് ചെയ്യുമെന്ന് പേടിച്ചിരിക്കുക ഞാൻ. ആ സമയത്താണ് നമ്മളുടെ കണ്ണൻ്റെ വണ്ടി വരുന്ന ഒച്ചയേക്കണേ. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അവൻ വന്നല്ലോടാ മോനെയെന്നും പറഞ്ഞുകൊണ്ട് ദുർഗ വേഗം തന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ കണ്ണൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ദുർഗയുടെയും ഉണ്ണിയുടെയും മുഖഭാവം കണ്ടിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അമ്മയുടെയും മോൻ്റെയും മുഖത്തൊരു വീക്കെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, നീ എന്തിനാ വാമേട്ടനെയും പ്രതാപനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ചതെന്ന്. ആ സമയത്ത്
കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഏടത്തി വിളിച്ചായിരുന്നു. ഏടത്തി ഭയങ്കര കരച്ചിലാണ്. വാമേട്ടനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം എന്നാണ് പറയണേ. ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അയാൾ ചെയ്ത തെറ്റെന്താണെന്നുള്ളത് അധികം വൈകാതെ തന്നെ അമ്മയ്ക്കും ഇവനക്കും മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിയുമ്പം അയാളുടെ ചെകിട്ടത്ത് ആദ്യത്തെ അടിയടിക്കണത് അയാളുടെ പുന്നാര സഹോദരിയായിട്ടുള്ള അമ്മ തന്നെയായിരിക്കുമെന്ന്. അത് കേട്ടതും ഈ ദുർഗയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. രണ്ട് ദുർഗ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് വാമേട്ടനെ അടിക്കണേന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പം എന്തായാലും അമ്മ അയാളെ അടിക്കും, അടിക്കാതെ ഇരിക്കില്ല. കാരണം അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും എൻ്റെ അച്ഛനെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഒരിക്കലും അമ്മയ്ക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റില്ല എന്ന്. ഈ സമയത്ത് ദുർഗയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഉണ്ണിക്കും അതുപോലെ തന്നെ ആകെ സംശയമായിട്ട് ഉണ്ണി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ വാമദേവൻ്റെ വീട്ടിലേക്ക് വരാണ്. വാമദേവൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിച്ചതും സീമന്തിനി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. എന്നിട്ട് സീമന്തിനി കണ്ണനോട് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണാ മോനെ, അമ്മാവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിടാന്ന് പറയുമ്പം എന്തിനാ അമ്മായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ചോദിക്കണോ. ആ സമയത്ത് സീമന്തിനിക്കാണെങ്കിൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യാനാടാ, അമ്മാവനെ ജാമ്യത്തിൽ ഇറക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അതുമാത്രമല്ല മേഘനാഥനെ ചികിത്സിക്കണം. ഇപ്പോൾ സ്വാതിയുടെ വിവാഹം വന്നാലും അതിനും പൈസ വേണം. ഇതിനൊന്നും പൈസയില്ല. പിന്നെ സ്വാതിയുടെ വിവാഹത്തിന് നീ പൈസ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാ അവളുടെ വിവാഹത്തിന് പൈസ തന്നത്? എൻ്റെ അച്ഛനെ കൊല്ലിച്ച് ആളുടെ മോളുടെ വിവാഹം നടത്തി കൊടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന്. അത് കേട്ടതും സീമന്തിനിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് സീമന്തിനിക്ക് മനസ്സിലാവുന്നത് ഈ വാമദേവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കണ്ണൻ്റെ അച്ഛനെ കൊന്ന കുറ്റത്തിനാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പ്രതാപനും വാമദേവനും ഇങ്ങനെ എസ്ഐയുടെ കയ്യിൽ നിന്ന് നല്ല ഇടി കൊണ്ട് അവശതയായിട്ട് ഇരിക്കുന്ന സമയത്ത് എസ്ഐ വന്നിട്ട് പറയുന്നുണ്ട്, നാളെ നേരം വെളുക്കേണ്ട സമയമേ ഉള്ളൂ. ഈ ലോകം മുഴുക്ക നിങ്ങൾ ചെയ്ത പ്രവൃത്തി അറിയും. പത്രത്തിലും ടി വിയിലും എല്ലാം ഇത് നല്ല ഫ്ലാഷ് ന്യൂസായിട്ട് തന്നെ വരും. അതോടുകൂടി നിങ്ങൾക്ക് പിന്നെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. നീ നിൻ്റെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം ചെയ്തത്. നിൻ്റെ മകൾക്ക് ഇനി ഒരിക്കലും സന്തോഷമായിട്ട് നടക്കാൻ പറ്റില്ലടാ എന്ന് പ്രതാപനോടും പറയുന്നുണ്ട്. അത് കേട്ടതും പ്രതാപനും വാമദേവനും ഭയത്തോടു കൂടി ഇങ്ങനെ പോലീസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലായിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.